ഹലോ, വെൽക്കം ടു ആർ കിഡ് സ്റ്റോറീസ്. ഇപ്പോൾ നമ്മളിപ്പോൾ ദാവനഗരെ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. ഇവിടെ നേരെ നമ്മൾ ഹംപിയിലേക്കാണ് രാവിലെ പോകുന്നത്. നമ്മളിവിടെ എത്തിയതിൻ്റെ കാരണവും കാര്യങ്ങളൊക്കെ നമ്മൾ വിശേഷങ്ങൾ വഴിയെ പോകുന്ന വഴിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാം. നമ്മൾ ഇന്നലെ രാത്രി 2:30 ആകുമ്പോഴായി എത്തി. അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങി. ഇന്നിപ്പോൾ രാവിലെ എണീറ്റ് നോക്കിയപ്പോഴാണ് രണ്ട് സൈഡും വീടുകളൊക്കെ തിങ്ങി പാർത്ത് നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ഇവിടെ. നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ലൊക്കേഷൻ നമുക്ക് കാണാം. ഇനി അത് നമുക്കിത് എവിടെ പോയാലും ഒരു സ്ഥിരം പരിപാടിയാണ്. രാവിലെ എണീറ്റ് നമ്മൾ താമസിച്ച സ്ഥലത്തിന് ചുറ്റും ചുമ്മാ ഇങ്ങനെ രാവിലെ ഒരു 6:30 മുതൽ അങ്ങനെ ചുമ്മാ കുറച്ച് നേരം ഇങ്ങനെ നടക്കുക എന്നല്ല. അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ ലോക്കൽ പീപ്പിൾസിനും അടുത്തടുത്ത് താമസിക്കുന്ന ആൾക്കാരും അവർ രാവിലെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ചുമ്മാ കണ്ടുകൊണ്ട് രാവിലെ ഇങ്ങനെ നടക്കാം. പോയിട്ട് വരാമെന്നിങ്ങനെ പറഞ്ഞു. പോകി ബത്തിരി പോകി ബത്തിരി. പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്പോട്ട് തപ്പിടന്നപ്പോഴാണ് ഈ ഒരു സ്പേസ് കണ്ണിൽ കണ്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഫുഡ് ഓർഡർ ചെയ്ത് ഇരുന്നു. 2-3 വെറൈറ്റി ഐറ്റംസ് കണ്ട സമയത്ത് നമ്മൾ ആദ്യം പടു ഓർഡർ ചെയ്തു. പടു എന്ന് പറയുന്ന ഈ ഉണ്ണിയപ്പത്തിന്റെ ഒരു കറിയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ്. അരിമാവ് കൊണ്ട് ഉണ്ടാക്കുന്നതാണെന്ന് അമ്മായിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ഈ മുളക് വെച്ച് കണ്ടോ, നമ്മുടെ നാട്ടിലെ എരിവുള്ള മുളകില്ലേ, ആ ഒരു മുളക് വെച്ചിട്ടാണ് ഈ മുളക് വെജി ഉണ്ടാക്കുന്നത്. അതെല്ലാം തോന്നുന്നു കശ്മീരി മുളകായിരിക്കും. മുളക് വെജി ഞാൻ വിചാരിച്ച പോലെയല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മുളക് വെജിയുടെ ബിഗ് ഫാനായി മാറി ഞാൻ. നമ്മുടെ ഹോട്ടലിൻ്റെ ഓർഡർ കൃഷ്ണമൂർത്തി സാറ് നല്ല രീതിയിൽ തന്നെ നമ്മളോട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. We are inviting you to Sri Sai Food Zone at Tungabhadra Dam near Hampi. We are pleased to give all types of food made from refined oil with all branded good tasty food. We open at 7 o'clock in the morning along with breakfast and lunch in the afternoon. Kindly do visit us. Thank you. ജോലിയിൽ നിന്ന് റിട്ടയർ ആയ ശേഷം ഭക്ഷണത്തിനുള്ള പ്രയോഗം കുറച്ചധികം സ്ത്രീകൾക്ക് ജോലി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പാഷൻ്റെ പുറത്ത് തുടങ്ങിയൊരു ഹോട്ടലാണ് മൂപ്പരുടേത്. അങ്ങനെ മൂപ്പരോടുള്ള കഥകളൊക്കെ പറഞ്ഞ് സന്തോഷപൂർവ്വം ഞങ്ങൾ ഹംപിയിലേക്കുള്ള യാത്ര തിരിച്ചു. ഫൈനലി ഞങ്ങൾ ഹംപിയിലെത്തി, വീരഭക്ഷ ടെമ്പിളിൽ. കർണാടകയിലെ വിജയനഗര എംപയറിൻ്റെ തലസ്ഥാനമായിരുന്ന ഹംപിയിൽ അന്നത്തെ രാജാവായിരുന്ന ദേവരായ രണ്ടാമൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു അമ്പലം പണി കഴിപ്പിച്ചത്. കർണാടകയിലെ പ്രസിദ്ധമായ തുംഗഭദ്ര നദിയുടെ തീരത്താണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇന്നും വിജയനഗര എംപയറിൻ്റെ പ്രൗഢിയും പ്രശസ്തിയും നിലനിൽക്കുന്ന രീതിയിലാണ് ഈ അമ്പലത്തിൻ്റെ രൂപകൽപ്പന. ഹംപിയിൽ വരുന്ന തീർത്ഥാടകരെ അനുഗ്രഹിക്കാനായിട്ട് ലക്ഷ്മി എന്ന് പേരായിട്ടുള്ള ഒരു ആന അവിടെയുണ്ട്. നമുക്ക് ലക്ഷ്മിയുടെ അടുത്തേക്ക് പോയിട്ടുള്ള വിശേഷങ്ങളും കൂടി കേൾക്കാം. ഈ ലക്ഷ്മിക്ക് ഒരു സ്വഭാവമുണ്ട്. ആൾക്കാർ അവളുടെ തുമ്പിക്കൈയിൽ കാശ് വയ്ക്കും. ആ കാശ് വയ്ക്കുന്ന ആൾക്കാരുടെ തലയിൽ മാത്രമേ അവൾ പോയി അനുഗ്രഹിക്കൂ. അതെന്താ എന്നെ തൊടാൻ സമ്മതിക്കാത്തെ? അല്ല, ഞാൻ കാശ് കൊടുത്തില്ല എന്ന് വെച്ചിട്ട് ഓക്കെന്നൊന്നും തൊട്ടൂടെ? അങ്ങനെ കുറേ സമയം പേടിച്ച് വേറൊരാളുടെ തലയിൽ അനുഗ്രഹം വെക്കുന്നതിൻ്റെ തൊട്ടടുത്ത് പോയി ഞാനൊന്ന് കൈ നീട്ടി അവളെ തൊട്ടു. എന്നാലും അത്യാവശ്യം ചാടയൊക്കെ അവൾക്ക് ഉണ്ട്. അല്ല, ഇത്രയും പേരവളെ കാണാനാണല്ലോ വന്നേ, അപ്പൊ അവൾക്ക് കുറച്ച് ചാടയൊക്കെ ആവാല്ലേ. ലക്ഷ്മിക്കുട്ടിയെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് നടന്നു. ക്ഷേത്രത്തിനുള്ളിലുള്ള ആ ഫോട്ടോഗ്രാഫിക് റിഫ്ലക്ഷനൊക്കെ കാണാൻ നല്ല അത്ഭുതം തന്നെയായിരുന്നു. ഹംപി എന്ന് പറയുന്നത്
എന്നൊരു ഗണേശ സ്തൂപമാണുള്ളത്, ഗണേശ ബിംബമാണുള്ളത്. ഇത് വിരൂപാക്ഷ ടെമ്പിളാണ്. AD 7-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചൊരു ശിവക്ഷേത്രം, അതിൻ്റെ ഭാഗത്തായിട്ടുള്ള ഗണേശ ക്ഷേത്രമാണ്. അമ്മായിനോട് ഇങ്ങനെ സംസാരിച്ച സമയത്ത് അവർ സ്കൂൾ ട്രിപ്പിനൊക്കെ ഇങ്ങോട്ടത്ര വന്നിട്ടുണ്ടായിരുന്നത്. അവർ ചെറുപ്പം മുതലേ സ്കൂളിനൊക്കെ എന്തെങ്കിലും ട്രിപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ മലമ്പുഴയും അങ്ങനെയുള്ള സ്ഥലങ്ങൾ പാലക്കാടൊക്കെ പോകുന്ന സമയത്ത് അവർ ഹംപിയിലേക്കാണ് ഇത്ര വന്നിരുന്നത്. ഹംപിയിലെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.